അസ്സലാമലൈക്കും, നമസ്കാരം. മുന്തിറാണ് എന്റെ കൂടെയുള്ളത്. ഈ വീഡിയോ തട്ടി മാറ്റരുത്. ഒരുപാട് പ്രവാസികൾക്ക്, എസ്പെഷ്യലി UAE ഇപ്പൊ താമസിക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ കാര്യം പറയാനാണ് ഒരു വലിയ പടയായിട്ട്, ഒരു വലിയ ടീമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോ ആദ്യം കൂടെയുള്ളത് ഗ്ലോബൽ പ്രവാസി അസോസിയേഷന്റെ ചെയർമാൻ ശ്രീ സലാം പാപ്പനശ്ശേരി സാർ, അഡ്വക്കേറ്റ് ഫുജീന, അതുപോലെ തന്നെ ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ ഫുൾ ടീം അംഗങ്ങളുമുണ്ട്. അപ്പോ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളൊക്കെ ശരിക്കും മുത്തും ഭവ്യവും തേടിയിട്ട് നാട്ടിൽ നിന്ന് നമ്മുടെ വാപ്പമാരും അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ പോലെ ജോലി ചെയ്യാൻ വേണ്ടി വന്നവരാണ്. ശരിക്കും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ കുട്ടികളെയൊക്കെ നോക്കുന്നതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നോക്കാൻ ഒരു പക്ഷെ സമയം കിട്ടാറില്ല, കണ്ടെത്താൻ പറ്റാറില്ല. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എസ്പെഷ്യലി ഈ കൊറോണ കാലം 2 വർഷമായി ഇതിങ്ങനെ കടന്നു പോകും. നമ്മളിൽ 90% ആളുകൾക്കും ഈ ഒരു രോഗം വന്നു പോയി കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കൊറോണ വന്നു പോയി കഴിഞ്ഞാൽ, ഏത് രോഗവും വന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് ചെറിയ നൂൽപ്പാലത്തിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന നമ്മുടെ ശരീരത്തിൽ ഓരോ വ്യതിയാനങ്ങൾക്കും പല സമയങ്ങളായിട്ട് പല മാറ്റങ്ങളും ഉണ്ടാവും. നമ്മൾ അറിയുന്നില്ല, നമുക്കൊന്നും ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ്, എനിക്കിപ്പോഴും വയസ്സ് ഇത്രയായിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും കുഴപ്പമില്ല. നമ്മുടെ ബോഡിക്കകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്ന നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ചികിത്സിക്കാൻ ഇന്ന് UAE 600-700 ദിർഹംസൊക്കെയാണ് ഒരു ചികിത്സക്ക്, ചെറിയ ചെറിയ ചികിത്സക്ക് വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാണുന്ന യൂണിയൻ ഒരു വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്താണ് സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ, ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾക്ക് ചികിത്സിക്കാമെന്നുള്ള ലിസ്റ്റ്. ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഈ ഒരു സാധനം കാണിച്ചു കൊടുത്താൽ ഇന്ന് UAE കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് ചികിത്സ കിട്ടും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഗ്ലോബൽ പ്രവാസി അസോസിയേഷന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് സലാം പാപ്പനശ്ശേരി സാറിനെ ക്ഷണിക്കുന്നു. ഈ നമ്മളിപ്പോ ഒരു കൊറോണ പ്രതിസന്ധിയിൽ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് പല പ്രതിസന്ധിയിലും ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും ഉള്ളത് അവരറിയാത്തൊരു അവസ്ഥയിലാണുള്ളത്. അപ്പം ദുബായിലുള്ള ക്ലിനിക്കിന്റെ പേര് ബയോസൈറ്റക്, ആ ഒരു ക്ലിനിക്ക് ഏകദേശം ഒരു 600 ദിർഹത്തിന് ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ നമുക്ക് വെറും 80 ദിർഹത്തിന് ചെയ്തു തരാമെന്ന് നമുക്കൊരു ഉറപ്പ് തന്നിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ യൂണിയന്റെ ഭാരവാഹികൾ നിങ്ങളോട് പറയും. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എൻ്റെ ഫാമിലിയുമായി ചിൽഡ്രൻ ഡോക്ടറെ കുട്ടിയെയും കൂട്ടി അവിടെ പോയ സമയത്ത് ഡോക്ടറെ ചികിത്സിച്ച് പനിക്കുള്ള മരുന്ന് തന്നു. പക്ഷെ എൻ്റെ ഒരു സംശയത്തിന് ഞാൻ ഡോക്ടറോടൊന്ന് പറഞ്ഞു, ഈ ഷാർജ റോളിലുള്ള ഡോക്ടറോട് ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിൻ്റെ ടെസ്റ്റ് വൈറ്റമിൻ D ടെസ്റ്റ് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഡോക്ടറെ ഓൾറെഡി ഷ്യൂരിറ്റി തന്നിരുന്നു, അതിന്റെ ഒരു വിഷയമില്ല. എന്നാൽ എൻ്റെ ഒരു സംശയത്തിനെ പുറത്ത് ഞാനത് ചെയ്തപ്പോൾ കുട്ടിക്ക് വൈറ്റമിൻ ഡിയുടെ വളരെ വലിയ അഭാവമുള്ളതായിട്ട് കണ്ടെത്തുകയും ഏകദേശം ഒരു 3 മാസത്തോളമായി അതിന്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം, പ്രവാസികളിൽ കണ്ടുവരുന്ന ഒട്ടനവധി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട രോഗമാണ് നമുക്ക് സ്റ്റോണിന്റെ പ്രോബ്ലം, അതുപോലെ തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ പ്രോബ്ലം. സ്ത്രീകളിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഒരു ഹീമോഗ്ലോബിന്റെ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരാറുണ്ട്. അത് നമ്മൾ അഡ്വക്കേറ്റ് ഫുജീന പറയും. അതോടൊപ്പം തന്നെ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ നമ്മുടെ ശരീരത്തിൽ പല സംഭവങ്ങൾ, വികാസങ്ങൾ ഇത്തരത്തിലുള്ള നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിക്കാതിരിക്കുമ്പോൾ അതെല്ലാം തന്നെ കൂടിച്ചേർന്നുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിനും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളിലേക്കും വഴിമാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുകയാണ്. വെറും 80 ദിർഹത്തിന് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സംവിധാനം ദുബായിലുള്ള ബയോടെസ്റ്റ് ക്ലിനിക്ക് നമുക്കൊരു സൗകര്യം തന്നിരിക്കുകയാണ്. അപ്പൊ ഈ സൗകര്യം നമ്മളെല്ലാവരും ഉപയോഗിക്കണം. മറ്റു വിഷയങ്ങളുമായി അതിന്റെ സംഘടനാ ഭാരവാഹികൾ നിങ്ങളോട് പറയും. നമസ്കാരം. നമ്മുടെ ആദ്യം തന്നെ പറയാനുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ 75ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ബയോസൈറ്റക്കും അതുപോലെ തന്നെ ഗ്ലോബൽ പ്രവാസി യൂണിയൻ സംയുക്തമായി നടത്തുന്ന ഈ ഹോൾ ബോഡി മെഡിക്കൽ പാക്കേജാണ്. വളരെ തുച്ഛമായിട്ടുള്ള നിരക്കിലാണ് നമ്മളിത് അനുവദിക്കുന്നത്. 80 ദിർഹംസ് മാത്രമാണ്
എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ലിവർ പ്രൊഫൈല്, ലിപ്പിഡ് പ്രൊഫൈല്, യൂറിൻ അനാലിസിസ്, അതുപോലെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതുപോലെ തന്നെ ഡയബറ്റിക് പ്രൊഫൈൽ തുടങ്ങിയ എല്ലാം നമുക്ക് സാധാരണക്കാരായ പ്രവാസികൾക്ക് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ പാക്കേജിൽ വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രവാസ മേഖലയിൽ ഇപ്പം നമുക്ക് ഇൻഷുറൻസ് ഉള്ള ആൾക്കാർ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രം. സാധാരണക്കാരായ ആൾക്കാർ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ വെളിയിൽ നിൽക്കുകയാണ്. ഇതിനെക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ ഈ ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന പാവപ്പെട്ട നമ്മുടെ പ്രവാസികൾക്കാണ്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ഇതുപോലത്തെ പാക്കേജ് ലഭിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരം ചെയ്യാൻ പറ്റും. ഇന്ന് എല്ലാവരും സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ദിവസവും കിഡ്നി ഫെയില് മറ്റ് പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജീവകാരണ പിരിവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാട്ടിലേക്കും ഇവിടെയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ല മറുമരുന്നത് നമ്മൾ അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടി ആ അസുഖം അതിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് എന്തെങ്കിലും മരുന്നുകളും കാര്യങ്ങളൊക്കെ ആക്കി അത് ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതുപോലത്തെ പാക്കേജ് എന്നാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ മെഡിക്കൽ കാര്യങ്ങളെ പറ്റി നമ്മുടെ സുബൈർ സാർ സംസാരിക്കും. തീർച്ചയായും പ്രവാസികളുടെ ജീവിതശൈലിയിൽ വരുന്ന രോഗങ്ങൾ, കൊളസ്ട്രോൾ, പ്രഷർ, അതേപോലെ കിഡ്നി, അതായത് നമ്മൾ കിഡ്നിയുടെ ക്രിയാറ്റിനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം ഈ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് നടത്താം. ആ കിഡ്നിയുടെ നമ്മൾ വീക്ക് എന്താണോ അതിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട കാര്യങ്ങൾ, അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിന് മുമ്പ്, അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രിക്കോഷനായിട്ട് കൊണ്ടുപോകണം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക്, പ്രവാസികൾ പൊതുവെ വേണ്ടുതിരുമാതിരി ഒരു ജീവിതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവാസിക്കുമ്പോൾ സ്വയം ഒരുക്കി തരുന്നൊരവസ്ഥ മാറി. എല്ലായ്പ്പോഴും നമ്മുടെ ഹെൽത്ത് പരമാവധി ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ മോണിറ്ററിങ് നടത്തി ആവശ്യമായ മുൻകരുതലുകൾ ചെയ്തുകൊണ്ട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി പരമാവധി ഭക്ഷണം കറക്റ്റ്, ഭക്ഷണത്തിൻ്റെ സമയത്താകും, ഉറക്കിൻ്റെ സമയത്താകും, റെസ്റ്റാണെങ്കിലും അത് ആവശ്യത്തിന് വ്യായാമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള നല്ല നല്ല മെഡിക്കൽ പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത്. നിങ്ങളുടെ എല്ലാവരും സഹകരണം ഈ അവസരത്തിൽ നമ്മൾ ആവശ്യിക്കുകയാണ്. എല്ലാവരും പരമാവധി ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. സ്ത്രീകൾക്കാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുക. അഡ്വക്കേറ്റ് ഫുജീന പറയും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുക. എനിക്ക് ഇവർ പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം ഇതിൽ കൂടുതലൊരു അവസരം നമുക്കൊന്നും ഇനി കിട്ടാനില്ല. പിന്നെ ലേഡീസിന്റെ അസുഖങ്ങൾ ഈ പറഞ്ഞ മാതിരി തൈറോയിഡ് ഇഷ്യൂസ്, അതുപോലെ തന്നെ വലിയ വലിയ ട്രീറ്റ്മെന്റുകൾ, അതായത് ടെസ്റ്റുകൾ, ഒരുപാട് പൈസ ചെലവുണ്ട് ഇതിനൊക്കെ. അപ്പം ഇതൊരു അവസരമായിട്ട് എല്ലാവരും കണക്കാക്കിയിട്ട് ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് എല്ലാവരും പങ്കെടുക്കാൻ, മാക്സിമം ആളുകൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. കേവലം 80 ദിർഹംസിനാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ ചെക്കപ്പും നമുക്കിതിൽ ലഭ്യമാകുക. അപ്പോൾ ഇത് ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വന്നുള്ളത് ദുബായിലെ സത്വയിലാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന സാധനത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പൊ നിങ്ങൾ കാണുന്ന സാധനം ഇത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചാൽ മാത്രം മതി. 80 ദിർഹംസിന് നിങ്ങളുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും അറിയാനും ചെക്ക് ചെയ്യാനുള്ള അവസരമാണ്. ഇതൊരു സുവർണാവസരമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വിസിറ്റ് വിസയിൽ വന്നാൽ ഒരു രോഗം ഉണ്ടായാൽ അയാളെ സംബന്ധിച്ച് യാതൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം വിസിറ്റ് വിസക്കാരനാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് എമിറേറ്റ്സ് ആയിട്ട് ചോദിക്കും, നമുക്ക് ഇൻഷുറൻസ് ഇല്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രചോദനപ്പെടുക വിസിറ്റ് വിസയിലുള്ളവർക്കും അതുപോലെ തന്നെ 80% ആളുകൾക്ക് ഇൻഷുറൻസ് ഉണ്ടാവും. എങ്കിലും വളരെ സാധാരണക്കാരനായ ആളുകൾ വിസിറ്റ് വിസയിലൊക്കെ വന്നപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇത് അവരിൽ കൂടെ പാസ് ചെയ്യുക. ഇത് നമുക്കൊക്കെ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതുമായി മുമ്പോട്ട് വന്ന ഗ്ലോബൽ പ്രവാസി യൂണിയന്, ഗ്ലോബൽ പ്രവാസിയുടെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ. നിങ്ങൾ ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കിത് ഉപകാരം ഉണ്ടാവില്ല, പക്ഷെ എന്റെ സുഹൃത്തിനോ എന്റെ കുടുംബത്തിലോ ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടാവും. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഇത്തരം എല്ലാ നല്ല കൂട്ടായ്മകളും നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. ഓക്കെ അല്ലേ?